കൽപ്പറ്റ പോലീസ് സ്റ്റേഷൻ ശുചിമുറിയിൽ ആദിവാസി യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം കൽപ്പറ്റ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തും. അന്വേഷണവുമായി ബന്ധപ്പെട്ട പ്രാഥമിക റിപ്പോർട്ട് ക്രൈംബ്രാഞ്ചിന് കൈമാറി. അതേസമയം കൽപ്പറ്റ സ്റ്റേഷനിൽ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി പരിശോധന നടത്തി. ജില്ലാ പോലീസ് മേധാവി തബോഷ് ബസുമതാരിയുടെ കീഴിലുള്ള അന്വേഷണ സംഘം തയ്യാറാക്കിയ പ്രാഥമിക റിപ്പോർട്ടാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. നേരത്തെ ഉത്തരമേഖല DIGക്ക് കൈമാറിയ റിപ്പോർട്ടിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് ജാഗ്രത കുറവുണ്ടായി എന്നായിരുന്നു കണ്ടെത്തൽ. കൽപ്പറ്റ സ്റ്റേഷനിലെ ശുചിമുറിയിൽ ഷവറിൽ തൂങ്ങിയ നിലയിലാണ് ഗോകുലിനെ കണ്ടെത്തിയത്. എങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്നതിനെക്കുറിച്ചും മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ചുമാണ് അന്വേഷണം. ഗോകുലിന്റെ കയ്യിൽ പെൺകുട്ടിയുടെ പേര്, മൂർച്ചയുള്ള വസ്തുകൊണ്ട് കോറിയിട്ട അടയാളം ഇൻക്വസ്റ്റിൽ വ്യക്തമായിരുന്നു. മർദ്ദനം ഉണ്ടായിട്ടില്ല എന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. പോലീസ് സ്റ്റേഷനിൽ മാനസിക പീഡനം ഉണ്ടായതെന്ന് സംബന്ധിച്ചും അന്വേഷണം തുടരുകയാണ്. പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ചെയർമാൻ ജസ്റ്റിസ് VK മോഹനൻ കൽപ്പറ്റ സ്റ്റേഷനിൽ പരിശോധന നടത്തി. CCTV ദൃശ്യങ്ങളും മൊഴികളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അടക്കം പരിശോധിച്ചു. നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ആക്ഷനൊന്നും എടുക്കാൻ നമ്മളിപ്പോൾ ആലോചിച്ചിട്ടില്ല. നമുക്ക് പരാതിയൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പം ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ ഈ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചയുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഞാൻ വന്നിട്ടുള്ളൂ. അത് നമ്മൾ പേഴ്സണലായിട്ട് നടത്തുന്ന ഒരു എൻക്വയറിയാണ്. പരാതി എന്തെങ്കിലും വരുന്ന മുറയ്ക്കാണ് നമുക്ക് അതുമേൽ ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പരാതിയൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല. അതേസമയം ഗോകുലിന്റെ കുടുംബം മറ്റേതെങ്കിലും ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകാൻ നീക്കമുണ്ട്. ഇന്നലെ കോഴിക്കോട് നിന്നുള്ള ഫോറൻസിക് സംഘവും കൽപ്പറ്റ സ്റ്റേഷനിലെ ശുചിമുറി ഉൾപ്പെടെ പരിശോധിച്ചിരുന്നു. 24 വയനാട്.